ചെറിയ പെൺകുട്ടികൾ അവരിങ്ങനെ സ്കൂൾ വിട്ട് വരുന്നത് ഇവളിങ്ങനെ വാതുക്കൽ ഇങ്ങനെ കണ്ണു മിഴിഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ആ നാട്ടിലുള്ള കൊച്ചു പെൺകുട്ടികളെ ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു അപകടം പതിയിരിക്കുന്നല്ലോ. പക്ഷേ ഇയാൾ കത്രിക പൂട്ടിട്ട് ഈ പയ്യനെ പൂട്ടുകയായിരുന്നു. എന്തിനാണ് ഇവളിങ്ങനെ സൂക്ഷ്മമായി നോക്കിയിരിക്കുന്നത് എന്നുള്ളത് അധികം വൈകാതെ അയൽപക്കക്കാർക്ക് മനസ്സിലായി. നമസ്കാരം, ഞാൻ ജെയിംസ്. വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം അലേർട്ടായിരിക്കണം. എൻ്റെ മകൻ ആൺകുട്ടിയാണല്ലോ, അവനെ ഇനി അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ആൺകുട്ടിയല്ലേ എന്ത് ശ്രദ്ധിക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതുപോലെ നടന്ന സംഭവമാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അവൻ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും അവനെ ചെറുപ്പക്കാരൻ ഇങ്ങനെ വട്ടം വിട്ടിങ്ങനെ സ്നേഹിക്കുകയാണ്. അവനെ ഇങ്ങനെ കരുതലോടുകൂടി അടുത്ത് വിളിക്കുന്നു, അവന് ചോക്ലേറ്റ് കൊടുക്കുന്നു, അവനെ മയക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ സംഭവം ഇങ്ങനെ 4 വർഷം യഥേഷ്ടം തുടർന്നു. വളരെ വലിയൊരു അപകടത്തിലേക്കാണ് ആ കുട്ടി പോയത്. ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ നാട്ടിൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പേരൻസ് എന്തുകൊണ്ടോ അതത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. പക്ഷേ സ്കൂൾ അധികൃതർ പിന്നെയും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരും ശ്രദ്ധിക്കാനാണ്? നിങ്ങളുടെ കുട്ടി അത് മകളല്ല മകനാണ്, എൻ്റെ കുട്ടി മകനാണല്ലോ, എനിക്കെന്ത് പേടിക്കാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറ്റി. നിങ്ങൾ ഈ വാർത്ത തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. എൻ്റെ കുട്ടി ആൺകുട്ടിയല്ലേ, അവനെ ഇപ്പോൾ കടയിലേക്ക് വിട്ടാലെന്ത്, കളിസ്ഥലത്തേക്ക് തന്നെ വിട്ടാലെന്ത്, അല്ല നിരത്തിലേക്ക് പൊതുനിരത്തിലേക്ക് അവനെ തനിച്ച് വിട്ടാലെന്താണ്? വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. വീട് വിട്ടിറങ്ങി പുറത്തേക്ക് പോകുന്ന, കടയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന നിങ്ങളുടെ ഈ മകനെ കഴുകൻ കണ്ണുകളോടുകൂടി നോക്കുന്ന ആണുങ്ങൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കഥാനായകൻ്റെ പേര് ജിബു എന്നാണ്. ജിബുവിനെ ആർക്കും ഒരു വിശ്വാസക്കേടോ അല്ലെന്നുണ്ടെങ്കിൽ അവനിലൊരു പേടി ആർക്കുമില്ല. ജിബു വളരെ ശാന്തശീലനാണ്, അവൻ മത്സ്യബന്ധകനാണ്, തൊഴിലെടുക്കുന്നു, കൃത്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനെ പോകുന്നൊരു ചെറുപ്പക്കാരനാണ്. അവനെക്കുറിച്ച് മറ്റ് യാതൊരു പരാതികളുമില്ല. മുളവുകാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ പോലീസിനോട് ചോദിച്ചു. അപ്പോൾ പോലീസ് എന്നോട് പറഞ്ഞത് ഈ ചെറുപ്പക്കാരനെതിരെ മറ്റ് കേസുകളൊന്നും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. 44 വയസ്സുണ്ട് ഇയാൾക്കെതിരെ യാതൊരു കേസും ആ പോലീസ് സ്റ്റേഷനിലോ മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിലോ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ ചെറുപ്പക്കാരൻ ഈ പയ്യനെ, ഇവൻ സ്കൂളിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവനെ നോട്ടമിട്ട് ഇവനെ ഇങ്ങനെ പഞ്ചാരവാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് ഇവൻ്റെ അടുത്ത് തട്ടിക്കൂടി ഇവനൊരു അപകടം മണക്കാത്ത രീതിയിൽ ഇവനെ ഇങ്ങനെ സ്നേഹിച്ച് അടുപ്പിക്കുകയാണ് ഈ ജിബു ചെയ്തത്. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയല്ലേ, അവൻ പലപ്പോഴും ആലോചിച്ചു എന്തിനാണ് ഈ ജിബു എന്ന് പറയുന്ന ചേട്ടൻ തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, തൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും മുട്ടിക്കൂടി പഞ്ചാരവാക്കുകളുമായി തൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ളവൻ പലപ്പോഴും ആലോചിച്ചു. പക്ഷേ അവൻ തൻ്റെ കുടുംബത്തുള്ള ആളുകളുടെ പേരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തോ ഒന്നും ഇത് പറയാനുള്ള ഒരു അപകടം അവൻ മണത്തില്ല. അവൻ ആ സൗഹൃദം അയാൾ അങ്ങനെ സൗഹൃദം ഭാവിച്ച് അടുത്ത് വരുമ്പോൾ അവൻ അങ്ങനെ പ്രത്യേകിച്ച് ആപത്തൊന്നും മണക്കാത്തതുകൊണ്ട് അവൻ അയാളുടെ കൂടെ തന്നെ അയാളുടെ വാക്കുകൾക്ക് മറുപടിയൊക്കെ കൊടുത്ത് അയാളോടൊപ്പം നിന്നു. പക്ഷേ ഇയാൾ കത്രിക പൂട്ടിട്ട് ഈ പയ്യനെ പൂട്ടുകയായിരുന്നു. ഈ പയ്യനോട് അടുത്തുകൂടി വളരെ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ വല വീശി ഇവനെ പിടിക്കുക, ഇതായിരുന്നു ഇയാളുടെ ടാർഗറ്റ്. ഇയാൾ കൃത്യമായി അവനെ അയാളുടെ വലയിൽ വീഴ്ത്തി. ഇത് സംഭവം നടന്നത് 2020-ലാണ്. ഈ പയ്യനിത് ആരോടും പറഞ്ഞില്ല. അവനിന്നത്തെ അപകടം ആദ്യ സമയത്തൊന്നും മണത്തില്ല. പക്ഷെ പിന്നീട് ഇവനെന്തോ ട്രാപ്പിൽ പെട്ടതുപോലെയായി. എന്തൊക്കെ പറഞ്ഞാണ് ഈ പയ്യനെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളത് ഇവൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ റിമാൻഡിലാണ്. ആ വിഷയം പോലീസ് പുറത്തേക്ക് വിടുമ്പോൾ മാത്രമേ നമുക്കും എന്താണ് ആ കുഞ്ഞിന് ആദ്യ സമയങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കും സാധിക്കുകയുള്ളൂ. എപ്പോഴും കുഞ്ഞിൻ്റെ പിറകെ ഓടി നടക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ. അവരെ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നു, അല്ലെ അവരെ നിങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി അയക്കുന്നു, അല്ലെ അവർ കളിക്കളത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ ഇവൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കില്ലല്ലോ. CC ക്യാമറയൊന്നും ഇല്ലല്ലോ എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ തൊഴിൽ തേടി പോകുന്നവരാണ്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവനെ അടുത്ത് വിളിച്ചിരുന്ന് ചോദിക്കണം, മോനെ ഇന്ന് നിന്നോട് ആരൊക്കെയാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് നിന്നോട് സംസാരിച്ചത്, ഓരോന്നായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഈ കുട്ടി അന്ന് നടന്ന സംഭവങ്ങളും അവനോട് സൗഹൃദം ഭാവിച്ച് അടുത്തുകൂടിയ ഇതുപോലെയുള്ള ജിബുക്കുട്ടന്മാരെ അയാളെ ജിബുക്കുട്ടൻ എന്നാണ് വിളിക്കുന്നതെന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന ഇത്തരം ജിബുക്കുട്ടന്മാരെ നിങ്ങളല്ലാതെ മറ്റാര് കണ്ടെത്താനാണ്? നെടുമ്പാശ്ശേരിയിലുള്ള ഒരു സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. വളരെ അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ ഒരു കൗൺസിലിങ്ങിനിടെയോ മറ്റോ ആണെന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. കൗൺസിലിംഗ് നടത്തുന്ന ആൾ ഓരോന്നായി ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് കൗൺസിലിംഗ് നടത്തിയ ആൾക്ക് മനസ്സിലായത് വലിയൊരു അപകടം പതിയിരിക്കുന്നല്ലോ. 2020 മുതൽ ഈ കുഞ്ഞിനെ ഇവൻ മിസ്യൂസ് ചെയ്യുകയാണല്ലോ എന്നുള്ളത് കൗൺസിൽ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ കൗൺസിലിംഗ് ചെയ്ത ആളും സ്കൂൾ അധികൃതരും എല്ലാവരും കൂടി ചേർന്ന് മുളവുകാട് പോലീസിൽ വിവരം അറിയിക്കുകയാണ്. മുളവുകാട് പോലീസ് ഉടൻ തന്നെ ആക്റ്റീവ് ആകുന്നു, കേസ് എടുക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഇതുപോലെ എത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ പിറകെ അന്വേഷിച്ച് പോകുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും. വളരെ തന്ത്രപൂർവ്വം ഇവനൊരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഇവന്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുകയും ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇത് വല്ലതും പുറത്തറിയുന്നുണ്ട്. അച്ഛനും അമ്മയും അലേർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് സന്ധ്യ എന്നുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ ചെയ്ത കാര്യങ്ങൾ കേരളം നടുക്കത്തോടു കൂടിയാണ് നോക്കിയത്. കാരണം
നമ്മുടെ മലയാളികളായിട്ടുള്ള ആർക്കും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കാത്ത അത്ര വലിയ ഒരു സംഭവം. ആ സ്ത്രീയുടെ ദൗർബല്യം എന്ന് പറയുന്നത് കൊച്ചു പെൺകുട്ടികളാണ്. ഈ ചെറിയ പെൺകുട്ടികൾ അവരിങ്ങനെ സ്കൂൾ വിട്ട് വരുന്നത് ഇവളിങ്ങനെ വാതുക്കൽ ഇങ്ങനെ കണ്ണുമിഴിഞ്ഞ് നോക്കിയിരിക്കുകയാണ്. എന്തിനാണ് ഇവളിങ്ങനെ സൂക്ഷ്മമായി നോക്കിയിരിക്കുന്നത് എന്നുള്ളത് അധികം വൈകാതെ അയൽപക്കക്കാർക്ക് മനസ്സിലായി. കാരണം കൊല്ലം ജില്ലയിലും തൊട്ടടുത്തുള്ള ആലപ്പുഴ ജില്ലയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുട്ടികളെ ഇവൾ പീഡിപ്പിച്ചു എന്നുള്ളതിന് അതാത് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കേസ് അറിയപ്പെട്ടതോടിയിട്ടാണ് ഇവരുടെ അയൽപക്കക്കാരായിട്ടുള്ള അമ്മമാർ വളരെ അലേർട്ടായത്. അവരുടെ കുഞ്ഞുങ്ങളെ സന്ധ്യയുടെ വീടിൻ്റെ പരിസരത്തേക്കോ സന്ധ്യ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ റോട്ടിലേക്ക് പോലും ഇറക്കി വിടാത്ത അവസ്ഥയായി. അയൽപക്കക്കാരൊക്കെ അലേർട്ടായത് ഈ കേസൊക്കെ പോലീസ് അവിടെ ഇവിടെയൊക്കെ സ്റ്റേഷനിൽ എടുത്തു എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ്. സന്ധ്യ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നയപരമായിട്ട് ഏതെങ്കിലുമൊക്കെ ജംഗ്ഷനുകളിലൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളെയൊക്കെ മെല്ലെ ഇങ്ങനെ കറക്കിയെടുത്ത് അവർക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ അടുത്ത് തട്ടിക്കൂടി നിന്ന് അവരെ തഴുകി തലോടി അടുത്തുകൂടി ഇവരെ എങ്ങനെയെങ്കിലും കറക്കിയെടുത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയി ആദ്യം അതിനെ ബിയർ കുറച്ച് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കും. അത് ഇഷ്ടമല്ലെന്ന് പറയുകയാണെങ്കിൽ അതിന് ഒഴിച്ചു കൊടുക്കും. എങ്ങനെയെങ്കിലും കറക്കിയെടുക്കുക, ഇതാണ് സന്ധ്യയുടെ നയം. സന്ധ്യ ഇങ്ങനെ നിരന്തരമായി ആ നാട്ടിലുള്ള കൊച്ചു പെൺകുട്ടികളെ, ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം, നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനമായ കേസുകൾ പല സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു കേസിൽ 11 വർഷം അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കേസിൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം പിഴയും അനുഭവിച്ച് അവരിപ്പോൾ അകത്ത് കിടക്കുകയാണ്. സംസ്കാര സമ്പന്നമെന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഊറ്റം കൊള്ളുന്ന മലയാള നാട്ടിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷയില്ല. ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്ത് ഒരുപാട് കഴുകൻ കണ്ണുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓ, ഇയാളൊരു പുരുഷനല്ലേ, എൻ്റെ ആൺകുട്ടി എന്ത് ചെയ്യാനാണ്? ഇവരൊരു സ്ത്രീയല്ലേ, എൻ്റെ പെൺകുഞ്ഞിനെ ധൈര്യമായിട്ട് ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. വെറുതെയാണ്. സന്ധ്യയുടെ കേസ് പുറത്തു വന്നു. അതുപോലെ സമാനമായ മറ്റ് പല കേസുകൾ, ഒരു സ്ത്രീ തന്നെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ പുറത്തു വന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ സ്ത്രീകളുടെ അടുത്ത് പോലും സുരക്ഷിതരല്ല എന്നുള്ള ആ ഒരു നടുക്കുന്ന ചിന്ത നമ്മുടെ പേരൻസിനൊക്കെ മനസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അലേർട്ടായിരിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി അറിയാത്ത ഒരാളുടെ കൂടെയും അയക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും കുട്ടികൾക്കറിയില്ല ഈ ചേച്ചി അല്ലെങ്കിൽ ഈ ചേട്ടൻ ഇയാൾ ഞങ്ങളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് ആ കുട്ടികൾക്കറിയില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അലേർട്ടായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുളടഞ്ഞു പോകും. അങ്ങനെ സ്കൂൾ അധികൃതരുടെ കൗൺസിലിങ്ങോട് കൂടി വളരെ വലിയ നടുക്കുന്ന ഒരു സത്യം അങ്ങനെ പുറത്തു വരികയാണ്. ജിബൂട്ടൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ജിബു, ഇയാളിങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളുടെ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കുഞ്ഞങ്ങനെ ജീവിക്കുകയാണ്, പേരൻസ് അറിയാതെ. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര വലിയ ഭീകരമായിട്ടുള്ള സംഭവമാണ്. കൗൺസിലിംഗ് കഴിഞ്ഞ ഉടനെ ഒരു പോലീസ് അറിയിക്കുന്നു. അങ്ങനെ മുളവുകാട് പോലീസ് ഈ ജിബൂട്ടൻ എന്ന് ഓമന പേരിൽ വിളിക്കുന്ന ജിബുവിനെ, 43 വയസ്സാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ്. മുളവുകാട് SHO ആയിട്ടുള്ള VK ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ റിമാൻഡിലായിരിക്കുകയാണ്. എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട വാർത്ത. എല്ലാവരിലേക്കും ഈ വാർത്ത എത്തിക്കണമേ എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുക.